ആദ്യം മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അതിന് പരിഹാരമുണ്ടാക്കണം. അതുകൊണ്ട് 2031 എന്നൊരു വിഷന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിപ്പോൾ സെമിനാർ ആണെങ്കിലും ശരി, അത് സംഗമമാണെങ്കിലും ശരി, അതൊരു പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യലാണ്. അത് ഭിന്നിപ്പിക്കുകയാണ്, ഭിന്നിപ്പിച്ച് വോട്ട് നേടുകയാണ്. അത് മതേതര സർക്കാർ ചെയ്യേണ്ട നടപടികൾക്ക് വിരുദ്ധമാണ് എന്ന് മുസ്ലിം ലീഗ് പറയുന്നത് എന്തുകൊണ്ടാണ്? മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ് മുസ്ലിം സംഘടനകൾ പറഞ്ഞോളൂ, കേൾക്കാം. എടുത്തിട്ടില്ല. കാരണം ഈ ന്യൂനപക്ഷ സംഗമം കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇതില് മുസ്ലിം ലീഗോ മുസ്ലിം സംഘടനകളോ അടിസ്ഥാനപരമായിട്ടൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. കാരണം സർക്കാർ എന്താണ് എന്ന് സർക്കാർ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. അതിങ്ങനെ ഒരു റൂമർ കേൾക്കുന്നു എന്നല്ലാതെ മുസ്ലിം സമുദായത്തിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഒഫീഷ്യലായിട്ട് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ മുസ്ലിം ലീഗ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുള്ളൂ. അതുപോലെ മുസ്ലിം സംഘടനകളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ്. ഔദ്യോഗികമായിട്ട് ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം, അടുത്തപ്പോ ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതുവരെ അയ്യപ്പന്മാർക്ക് വേണ്ടി, ശബരിമലക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ 9 വർഷം കഴിഞ്ഞു. ഈ 9 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ശബരിമല നന്നാക്കാൻ എടുക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യത്തെ ശബരിമല ദർശനം, അതുപോലെ അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ ദർശനം ഒക്കെ ഏതൊക്കെ രൂപത്തിലായിരുന്നു എന്നൊക്കെ നമ്മളെല്ലാവരും വിഷ്വലായിട്ട് കണ്ടതാണ്. കാരണം അവിടെ അയ്യപ്പന്മാർക്ക് സൗകര്യമില്ലാത്ത അവസ്ഥ, അവിടെ പോകുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകൾ, പ്രയാസം, വിരിവെക്കാനുള്ള സൗകര്യമില്ലാത്തത്, ബാക്കിയുള്ള അവർക്ക് ദൈനംദിന കർമ്മങ്ങൾ നടത്താൻ സൗകര്യമില്ലാത്തത്, അവരെ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ, അതിന് അവർക്ക് സൗകര്യമില്ലാത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ 9 വർഷം അവർക്ക് കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പൊ ഇനി അടുത്തൊരു 6-7 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഗവൺമെന്റിന്? ഒരാഗോള സംഗമം നടത്തുകയാണ്. ഇത് കുറെ പണക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാട് എന്ന് സാധാരണക്കാർ പറയുമ്പോൾ, സംശയിക്കുമ്പോൾ നമ്മളും ആ സംശയം നമ്മളും ഉന്നയിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി വരെ ചില കാര്യങ്ങൾ ചോദിച്ചു, പിന്നെ ഹൈക്കോടതി അനുവാദം കൊടുത്തുവെങ്കിൽ പോലും അപ്പൊ എല്ലാവർക്കും സംശയമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ന്യൂനപക്ഷ സംഗമം എന്ന് പറഞ്ഞാൽ. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങള്, ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങള്, ഒരുപാട് പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. ആ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാത്ത ഒരു സർക്കാർ 9 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണ്. ഈ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി എന്താണ് ഇപ്പൊ 6 മാസം കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടും അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ സർക്കാരിന് ചെയ്യാനുള്ളത്? അപ്പൊ ഇതിന്റെ ലക്ഷ്യം ഒന്നുമാ എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടാക്കിയപ്പോ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ന്യൂനപക്ഷ സംഗമവും നടത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ അതിന്റെ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് അത് വിളിക്കുന്നത്, ആ ഗവൺമെന്റ് വ്യക്തമാക്കട്ടെ. ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? നടപടിയാണ് എടുക്കുന്നത്. ശ്രീ ഷാഹുൽ ഹമീദ്, ന്യൂനപക്ഷ വകുപ്പ് എന്നൊരു വകുപ്പുണ്ടല്ലോ. ഈ വകുപ്പാണ് ഈ സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഈ തരത്തിലാണ് എന്ന് പറയാൻ കഴിയുകയില്ലല്ലോ. അതും രാഷ്ട്രീയ ലക്ഷ്യമാണെന്ന് പറയാൻ കഴിയുകയില്ലോ. സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം ആ തരത്തിലായിരിക്കും. ന്യൂനപക്ഷ വകുപ്പ് ഇതുവരെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ 9 വർഷം ഉണ്ടായിരുന്നല്ലോ. ഈ 9 വർഷം ന്യൂനപക്ഷം കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന രൂപത്തിലുള്ള ഇതുപോലത്തെ ഒരു സെമിനാറോ ബാക്കിയുള്ള ആളുകളെ വിളിച്ച് ഇവർ ചർച്ചയോ കാര്യങ്ങളൊക്കെ ചെയ്യാഞ്ഞത്? എന്തൊക്കെ പ്രശ്നങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായി? മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പോ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഇവിടെ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ നമുക്കറിയാം ഉത്തരേന്ത്യയിൽ നടക്കുന്ന പ്രയാസങ്ങൾ,
BJP ഗവൺമെന്റും സംഘപരിവാർ സംഘടനകളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന വേട്ടകള്, അതിന് കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തെ ഒഴിവാക്കിയിട്ട് ഇവിടെ വല്ല ചർച്ചയും ചെയ്തിട്ട് പിണറായി വിജയൻ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെങ്കിൽ കേരള സർക്കാർ ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ആ ന്യൂനപക്ഷ വേട്ടക്കെതിരെ അതിശക്തമായി പോരാടുന്ന രാഹുൽ ഗാന്ധിയെ പോലെ, അതുപോലെ ഇന്ത്യ സഖ്യത്തെ പോലെയുള്ള സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം ഉത്തരേന്ത്യയിലും ഇന്ത്യ തലത്തിൽ, ആഗോള തലത്തിൽ ഉത്തരേന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള നിലപാടുകൾ ശരി, ഞാൻ തിരികെ എത്താം ശ്രീ ഷാഹുൽ ഹമീദ്. ഇതിനകത്ത് ലീഗ് പറയുന്നത് പോലെയുള്ള വിഷയങ്ങൾ മാത്രമാണോ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം പോലും ഞാൻ തിരികെ എത്താം.